ഹലോ ഡിയേഴ്സ്, നമ്മുടെ +2 സയൻസ് സബ്ജക്റ്റുകളിൽ ഫെയിൽ ആയിട്ടിരിക്കുന്ന ചങ്കുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ വീഡിയോയും ഒപ്പം തന്നെ വെയിറ്റേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടിയാണ്. അപ്പൊ നിങ്ങളുടെ ചങ്കുകളിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അതിനകത്ത് നമ്മൾ ചെയ്യുവാൻ നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം. അപ്പൊ നിങ്ങളുടെ ലൈക്ക്, കമന്റ്, ഷെയർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. സോ അതോടൊപ്പം തന്നെ അതിനകത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഞാൻ നമ്മുടെ ബാച്ചിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട തിരക്ക് കാരണം കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആക്കാത്തതാണ്. അതിനകത്ത് വീഡിയോസിന്റെ ലിങ്ക് കാര്യങ്ങൾ അതിനകത്തൊക്കെ വരും. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ വെക്കാം. അപ്പോൾ നിങ്ങൾ ജോയിൻ ആകാൻ മറക്കണ്ട. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അഡ്ഡപടലം ഫെയിലായി വന്നവർ, അതായത് ഈ ഫീൽഡിൽ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അഡ്ഡപടലം ഫെയിലായി വന്നവരെ പോലും കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ബാച്ചിൽ നമുക്ക് മികച്ച മാർക്കിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഇന്നലെ എന്റെ ഫോണിലോട്ട് വന്ന ഒരു മെസ്സേജ് ആയിരുന്നു. നമ്മുടെ ബാച്ചിലുള്ള ഒരു സ്റ്റുഡന്റ് അവർ സെൻഡ് ചെയ്തൊരു മെസ്സേജ് ആയിരുന്നു. മെസ്സേജ് ഇങ്ങനെയാണ്: മാർക്ക് ഡിഫറൻറ്റ് സാർ, ക്ലാസ് ജോയിൻ ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അതിനകത്ത് എത്രത്തോളം ഡിഫറൻസ് വന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരെ അയച്ച ആ ഒരു ഷീറ്റിലോട്ട് നോക്കി. അപ്പൊ അതിനകത്ത് നോക്കൂ നിങ്ങൾ, അവരുടെ കെമിസ്ട്രിയിലെ മാർക്ക് അവരെ കാട്ടി. ഈ മാർക്ക് കെമിസ്ട്രി അവർ സെൻഡ് ചെയ്തിരിക്കുന്നത് 9 മാർക്കാണ്. അഡ്ഡപടലം ഫെയിലായി. ബയോളജി ആണെങ്കിലോ 15 മാർക്ക്. +2 അവർ ഫെയിലായ സമയത്ത് അവരുടെ മാർക്കാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു? എക്സാം എഴുതി. പക്ഷെ അപ്പോഴും നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ടില്ല ആ സമയത്ത്. പക്ഷെ അവർ ഫെയിലായി. അങ്ങനെ മൂന്നാമത്തെ ചാൻസിൽ, അതായത് പിന്നീടാണ് നമ്മളെ കുറിച്ച് അറിയുന്നത്, നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകുന്നത്. അങ്ങനെ അവരുടെ ഈ വർഷത്തെ അതിനകത്ത് ഇപ്പം +2 റിസൾട്ട് അതിനകത്ത് അവർ മൂന്നാമത്തെ ചാൻസിൽ, അതായത് ഫെയിലായി വീണ്ടും ഫെയിലായി വന്ന ഒരു സ്റ്റുഡന്റിന്റെ മാർക്ക് നോക്കൂ നിങ്ങൾ. കെമിസ്ട്രിയിൽ തന്നെ അതിനകത്ത് ഡബിൾ പാസ്സായി. ബയോളജിയിലോ അറൌണ്ട് 40-നടുത്ത് 39 മാർക്ക് കിട്ടിയിട്ട് ഫെയിലായി വീണ്ടും അതിനകത്ത് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയപ്പോൾ. അപ്പൊ അതിനകത്ത് അത്രയും അതിനകത്ത് മികച്ച മാർക്കിലോട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു മികച്ച മാർക്കാണ്. കാരണം 2 തവണ ഫെയിലായി എന്ന് പറയുമ്പോഴേ. മറ്റൊരു കേസ് നിങ്ങൾ നോക്കുക, ഇതിനകത്ത് ഇവരൊന്നും ഫെയിൽ ആകേണ്ടവരല്ല എന്നുള്ളതാണ്. കാരണം കൃത്യമായ ഒരു ക്ലാസ്സുകൾ അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇവരെ ഫസ്റ്റ് ചാൻസിൽ തന്നെ ഒരു വർഷം നഷ്ടപ്പെടാതെ ക്ലിയർ ആയി പോയത്. ഇവരും അതുപോലെയാണ്. അതിനകത്ത് ഫസ്റ്റ് ടൈം എഴുതി ഫെയിലായി, വീണ്ടും അതിനെ വീട്ടിലിരുന്ന് തനിയെ പഠിച്ചു എക്സാമിന് വേണ്ടി, പക്ഷെ ഫെയിലായി. പിന്നീട് നമ്മുടെ ബാച്ചിൽ അതിനകത്ത് ജോയിൻ ആയിട്ട് കണ്ടോ +1, പിന്നീട് അങ്ങനെ റൂള് വന്നു +1ഉം +2ഉം എഴുതണം. +1 തന്നെ എഴുതിയപ്പോൾ ഡബിൾ പാസ് വന്നു. +2 പിന്നെ 46. ഫെയിൽ ആയ ഒരു സ്റ്റുഡന്റ് 46ലോട്ട് എത്തി എന്ന് പറയുമ്പോഴേ കുറച്ച് ഒരു 6 മാർക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ +2 തിയറിയെ സംബന്ധിച്ചിടത്തോളം ഒരു A+ലോട്ട് എത്തി. നോക്കണം നിങ്ങൾ, ഫെയിലായി പിന്നീട് എഴുതിയിട്ട് പോലും A+ന്റെ അടുത്ത് എത്തി എന്ന് പറയുമ്പോൾ. അപ്പൊ ഇവരൊന്നും ഫെയിൽ ആവേണ്ടവരല്ല. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചുമായി ഏത് സബ്ജക്ട് ഇതിനകത്ത് വേണമെന്ന് പറഞ്ഞാലും ഡെമോ നമ്മൾ വെച്ച് തരും. ക്ലാസ് അടിപൊളിയാണ്, കൊള്ളാം എന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ആയാൽ മതി എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ഒരു വർഷം നിങ്ങൾക്ക് അതിനകത്ത് നഷ്ടപ്പെടരുത്. കാരണം ഈ ഒരു എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അടുത്ത വർഷമാണ് എഴുതാൻ സാധിക്കുക. അപ്പൊ നിങ്ങളുടെ 1 ഇയർ അതിനകത്ത് മിസ്സാകും. മാത്രമല്ല നിങ്ങൾക്ക് അതിനകത്ത് അതൊരു +1ഉം +2 ഒക്കെ എഴുതേണ്ടതായിട്ടൊക്കെ വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇത്തവണ മാക്സിമം ക്ലിയർ ആവുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ടാകും. 77 ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അതിനകത്ത് നമ്മൾ സ്റ്റാർട്ടായി ഓൾറെഡി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലേറ്റ് ആകും തോറും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ മിസ്സാകും. അപ്പൊ അതിന് നിങ്ങൾ ഇതിനകത്ത് മിസ്സാകാൻ നിൽക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോയിൻ ആകുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ജോയിൻ ആവുക, ലൈവ് ക്ലാസ്സുകൾ മിസ്സാകാതിരിക്കാൻ. 77 36 70 70 45 എന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ അതിനകത്ത് എക്സാം എഴുതാൻ പോകുന്ന ചങ്കളിലോട്ടൊക്കെ നിങ്ങൾ ഷെയർ ആക്കിക്കോളൂ. അപ്പൊ ഇതിനകത്തെ പിന്നെ ഈ ഒരു കേസും അതുപോലെ തന്നെയാണ്. ഇവരും അതിനകത്ത് 6 മാർക്കുമായിട്ട് ഫെയിൽ ആയ ഒരു കേസാണ്. നോക്കൂ, കെമിസ്ട്രിയിൽ അവരുടെ ടി മാർക്ക് 6. അങ്ങനെ അവർ ഫെയിലായി, എക്സാം എഴുതി, പക്ഷെ വീണ്ടും ഫെയിലായി. പിന്നീട് നമ്മുടെ ബാച്ചിനെ കുറിച്ച് അറിഞ്ഞ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി. കണ്ടോ, അവരുടെ ഇപ്രാവശ്യത്തെ മാർക്ക് വന്നത് 35 ആണ്. 6ൽ നിന്ന് 35ലോട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അധികം ഒന്നും പറയുന്നില്ല. ഒരുപാട് കേസുകൾ നിങ്ങൾ നമ്മുടെ ബാച്ചിലെ കംപ്ലീറ്റ് മുൻ വർഷങ്ങളുടെ റിസൾട്ട് ഒക്കെ അറിയണമെങ്കിൽ ഐ ബട്ടണിൽ ഇപ്പോൾ ഒരു വീഡിയോ വരും, അത് നിങ്ങൾ കണ്ടോളൂ. അപ്പം അതിനകത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വീണ്ടും പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പഴയ നമ്മുടെ മുൻ വർഷത്തെ റിസൾട്ടുകളൊക്കെ ഈ ഒരു ഐ ബട്ടണിലെ വീഡിയോയിലുണ്ട്. ഒപ്പം കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് വെക്കാം, നിങ്ങൾ കണ്ടോളൂ. ബാച്ചിൽ ജോയിൻ ആകാൻ നിങ്ങൾക്ക് ഒപ്പം തന്നെ ഡെമോ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാം. ഏത് ടോപ്പിക്കിൽ ഡെമോ വേണമെന്ന് പറഞ്ഞാലും നമ്മൾ അങ്ങ് വെച്ച് തരും. അപ്പം ഇതിനകത്തെ ഇനി മറ്റ് റിസൾട്ടുകൾ ഒരുപാട് റിസൾട്ടുകളുണ്ട്. 6.32, 5.24 കേസുകൾ, 6.27, 5.7 എങ്ങാണ്ട് അഡ്ഡപടലം പൊട്ടി വന്നിട്ട് +1ൽ 8 മാർക്ക് എങ്ങാണ്ടാണ്. പിന്നീട് 28ലോട്ട്, അതും കെമിസ്ട്രിയും ഫിസിക്സും ഫെയിലായി വന്നിട്ട് 9.31ലോട്ടായ കേസുകൾ, ഫിസിക്സ് ഫെയിലായി. പിന്നീട് +2 ഫിസിക്സിൽ കണ്ടോ, ഡിഫിക്കൽട്ടാണ് +2 ഫിസിക്സ് പലർക്കും. അതിൽ പോലും 40 അറൗണ്ട് മാർക്കിലോട്ട് 17.30, 10.28, 14.32 ബി ഗ്രേഡിലോട്ട്. അതുപോലെ തന്നെ ഫെയിലായി മൂന്നാമത്തെ ചാൻസിൽ ബയോളജിയും മാത്സും ക്ലിയർ ചെയ്ത കേസുകൾ. അതുപോലെ ഇത് മിനിമം ഒരു A+ ഉള്ള
ഭാഗ്യന്റെ നമ്മുടെ ബാച്ചിലെ റിസൾട്ട് ആണ് ഇതിനകത്ത് +1 അവന്റെ സ്ട്രീമുകളിലൊക്കെ A+ ഇതിനകത്ത് കിട്ടി. മാത്സ് അവരുടെ സ്ട്രീം ആയിരുന്നില്ല, പക്ഷേ സൈഡായി പഠിച്ചതാണ്. എന്നിട്ട് പോലും കണ്ടോ ആ ഒരു മാർക്ക്. പിന്നീട് ഈ തവണത്തെ മറ്റ് റിസൾട്ടുകൾ, അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ ഈ തവണ വന്ന കേസുകളാണ്. ഇതിനകത്ത് 3ാമത്തെ ചാൻസിലൊക്കെ +1 ഇംപ്രൂവ്മെന്റിന്റെ ആ ഒരു റിസൾട്ട് വന്നത് കേസുകളാണ് ഇതൊക്കെ കാണിച്ചത്. അപ്പൊ ഇതുപോലെ ഇത് സേ എക്സാമിന്റെ ഒക്കെ കേസുകളാണ്. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ കംപ്ലീറ്റ് അറിയാൻ ഐ ബട്ടണിൽ വീഡിയോ കാണും. അപ്പം പുതിയ കേസുകൾ ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഫിസിക്സുമായി ബന്ധപ്പെട്ട വെയിറ്റേജിലോട്ട് നമുക്ക് പോകാം. ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. വെയിറ്റേജുമായി ബന്ധപ്പെട്ട വീഡിയോസ്, സ്ട്രാറ്റജീസ്, കാര്യങ്ങളൊക്കെ സേ എക്സാമുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് സയൻസ് സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ അപ്ഡേറ്റ് നിങ്ങൾ ജോയിൻ ആകാൻ മറക്കണ്ട. ഇനി ഇതിനകത്തെ വെയിറ്റേജ്, ഇതിനകത്ത് ഫിസിക്സ് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസിലോട്ട് നമ്മൾ പോകുമ്പോൾ പലരും ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഈ ഭാഗങ്ങളുണ്ടല്ലോ ഇതങ്ങ് സ്കിപ്പാക്കും. കാരണം ഇപ്പൊ ഫിസിക്സ് എന്ത് ചെയ്യാന്നറിയാം, പലതും തിയറിയാണ് വരുന്നത് കൂടുതലും ഡെറിവേഷനേക്കാളും. അതുകൊണ്ട് തന്നെ ഡെറിവേഷൻ മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ, അറ്റംസ്, ന്യൂക്ലിയസ്, സെമി കണ്ടക്ടേഴ്സ്, ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ്, കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഇതൊന്നും നിങ്ങൾ സ്കിപ്പ് ആക്കരുത്. ഇതൊക്കെ നമ്മുടെ ബാച്ചിൽ നമ്മൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എടുത്തു തരും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതിനകത്ത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് 9 മാർക്കുണ്ട്, ചിലപ്പോൾ 7 മാർക്കാണ്, ചിലപ്പോൾ 9. പക്ഷെ കഴിഞ്ഞ സേന്റെ വെയിറ്റേജ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ 9 വന്നിട്ടുണ്ട്. പിന്നെ അത് എളുപ്പമാണ്. അതിനകത്ത് നിങ്ങൾക്ക് അറിയാലോ ഗോസസ് തിയറവും ചാർജിന്റെ പ്രോപ്പർട്ടീസും, അത് എന്തായാലും സ്കിപ്പ് ആക്കാൻ പാടില്ല. പിന്നെ കറന്റ് ഇലക്ട്രിസിറ്റി ഭയങ്കര എളുപ്പമാണ്. പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും എന്ത് എളുപ്പം തന്നെയാണ്. പിന്നെ പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട ഡെറിവേഷൻ ഒക്കെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എന്നിരുന്നാലും അതിൽ ആ ഒരു കപ്പാസിറ്റൻസ്, പാരലൽ, സീരീസ്, അതൊക്കെ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അത് എന്തായാലും പഠിച്ചിരിക്കണം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ, അതിൽ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം, അതുപോലെ ഫെറോ, പാര, അതൊക്കെയാണ് ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ. അതുപോലെ മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസത്തിൽ നമ്മുടെ ബയോട്ട് സാവാട്ടിലോ, അതുപോലെ ആംപിയർ സർക്യൂട്ടൽ തിയറം, അങ്ങനെ അതിനകത്ത് എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയാം, പലരും എന്ത് ചെയ്യും, പാസ് മാർക്കിന് 18 മാർക്കിന് വേണ്ടി പഠിക്കും. പക്ഷെ അങ്ങനെ പഠിച്ചാൽ നമുക്ക് ചിലപ്പോൾ 9 മാർക്ക് കിട്ടാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാച്ചിൽ എന്താണ്, മികച്ച മാർക്കിന് വേണ്ടിയിട്ട് മാക്സിമം ആദ്യം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിപ്പിക്കും. പിന്നീട് ബാക്കി കാര്യങ്ങളോട് പഠിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ബാച്ചിൽ അതിനകത്ത് മാക്സിമം മാർക്ക്, നമ്മൾ അതിനകത്ത് 60 മാർക്കിന് പഠിച്ചാലേ നമുക്ക് 30 കിട്ടും. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ ബാച്ചിൽ പഠിപ്പിക്കുക. ആദ്യം ഇമ്പോർട്ടന്റ് പഠിപ്പിക്കും, പിന്നീട് അതിനകത്ത് മറ്റു കാര്യങ്ങൾ അതൊക്കെ സിമ്പിൾ ആയിട്ട് അതിനകത്ത് നിങ്ങൾ പഠിച്ചെടുക്കും. അപ്പം അതിനകത്ത് പിന്നീട് ഇലക്ട്രോ മാഗ്നറ്റിക്, പിന്നീട് ഇതിനകത്ത് നിങ്ങൾ റേ ഒപ്റ്റിക്സ് ഇതിനകത്ത് സ്കിപ്പ് ആക്കാൻ പാടില്ല കേട്ടോ. കാരണം അത് പലരും സ്കിപ്പ് ആക്കാറുണ്ട്. പക്ഷെ അതിനകത്ത് പ്രിസം, അതുപോലെ കോമൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന പോലെ അതൊക്കെ എളുപ്പമുള്ളതാണ്. പിന്നീട് ഇതിനകത്ത് വേവ് ഒപ്റ്റിക്സ് ആണെങ്കിലും എളുപ്പമാണ്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ഓർഡറിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്താ പറയാ, ഇനിയിപ്പോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണെങ്കിലും അത് തിയറിയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വെയിറ്റേജ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ചാപ്റ്റേഴ്സും ഇതിനകത്ത് നോക്കി പോകുന്നു, സ്കിപ്പ് ആക്കരുത്. അതാണ് ഇതിനകത്ത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എല്ലാ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം പഠിച്ചു പോകുക. അപ്പൊ എന്തായാലും അതിനകത്ത് ഇനി നമ്മൾ മാത്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വെയിറ്റേജ് എങ്ങനെയാണ്, അതുപോലെ ബയോളജിയുമായി ബന്ധപ്പെട്ട വെയിറ്റേജ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കാനും ഒപ്പം തന്നെ നിങ്ങളുടെ ചങ്കുകളിലോട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.